ആത്മാവേ പോ, അതാണ് ആദ്യം ഉണ്ടായത്. ഇനിയിപ്പോ ഇതിന് മുമ്പത്തെ ലൈനൊക്കെ ഇതിന് ശേഷം ഉണ്ടായത്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഒരു റിവേഴ്സ് പ്രോസസ്സിലാണ് ശരിക്കും ഈ ജാട ഇതൊക്കെ വർക്ക് ചെയ്തിരിക്കുന്നത്. ജാട ചെയ്ത് കഴിഞ്ഞപ്പോ തന്നെ പിന്നെ ആലോചിക്കാനൊന്നും ഇല്ലാത്ത രീതിക്ക് സ്ലോട്ടിൽ വീണതാണ് ബാസി. അപ്പൊ നേരെ ബാസിയുടെ പേര് മറ്റേ മാച്ച് ദ ഫോളോയിങ് ഒക്കെ നമ്മൾ ചെയ്യുന്ന പോലെ ഈ കോളത്തിൽ നിന്ന് മറ്റേ നേരെ ജാടയിലേക്ക് ഒരു വരവ്. ആ മോനെ ജാട വരുമ്പോ ഭയങ്കര രസമായിട്ടാ വരുന്നത്. മോനെ അവസാനം വന്നാ കണ്ടുറന്ന് കണ്ണിറച്ച് കാണുക ജാട നേരം തുടങ്ങിയിരുന്നത്. അപ്പൊ ഒരു രണ്ടക്ഷരമുള്ള വാക്ക് വേണം, ഈ ഒരു വാക്ക് വേണോ, പാട്ട് പെർഫെക്റ്റ് ആണെന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുക. അപ്പം സുഷിനാണ് ആക്ച്വലി ആ മോനെ ഇടമോനെ ഉണ്ടല്ലോ പടത്തില്. വെൽക്കം ടു മരണക്കിണർ ട്രപ്പീസ്, അങ്ങനെ മരണക്കിണർ ട്രപ്പീസ്, റിംഗ് മാസ്റ്റർ, അങ്ങനെ സർക്കസിൽ വരുന്ന ഗ്ലോസറി, റിംഗ് മാസ്റ്റർ വിസിലടിച്ചാൽ പറന്നു വരും സിംഗം, അങ്ങനെ സർക്കസ് ഗ്ലോസറി വെച്ചിട്ടാണ് ആ പാട്ട് എഴുതിയത്. മറ്റേ ഒരു സീൻ ഉണ്ടായിരുന്നു, അത് കണ്ടാൽ മനസ്സിലാവും. പിള്ളേരെടുത്ത് രണ്ടെണ്ണം ഇത് കാണിക്കുക, അത് കാണിക്കുന്നത്, ഓരോരുത്തർ ഓരോ ആയുധം എടുത്തിട്ട് ഇങ്ങനെ കറക്കി കാണിക്കുന്നു, സ്റ്റണ്ട് കാണിക്കുന്നത്. ഡേഞ്ചറസ് ഫൺ. ഗലാട്ടയ്ക്ക് അങ്ങനെ ഒരു അർത്ഥമുണ്ട്, ഡേഞ്ചറസ് ആയിട്ടുള്ള ഫൺ. എൻ്റെ അടുത്ത് ഒരാളൊക്കെ പറയുമ്പോൾ ഇതുപോലെ എൻ്റെ മോനും മോൾക്കൊക്കെ ആ പാട്ട് ഇഷ്ടമാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് കോംപ്ലിമെന്റ് ആയിരുന്നില്ലെന്ന് എനിക്ക് ഓക്കെ പറഞ്ഞിട്ടൊക്കെ പോയ ആൾക്കാരുണ്ട്. അതുപോലെ എന്താണ് അതിന്റെ പുതിയ പാട്ട് രതിപുഷ്പം എന്ന് പറയുമ്പോഴേ ഈ പാട്ട് ആദ്യം ഇറങ്ങിയപ്പോ കമന്റ് ഉണ്ടായിരുന്നു, ദാസി മന്ത്രി ഭാര്യ സഹോദരി എന്ന് പറയുമ്പോ ഇപ്പോഴും ഇത് തന്നെയാണോ, സിനിമ കണ്ടിട്ട് നിങ്ങൾ വന്നൂടെ കേട്ടോ. കേൾക്കുമ്പോ കൃത്യമാണല്ലോ, നമുക്കത് സർക്കാസ് ആണെന്ന് കിട്ടുന്നത്. ഹായ്, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് വിനായക് ശശികുമാർ. വെൽക്കം. താങ്ക് യു. ആദ്യം ആവേശത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. എൻ്റെ ഇന്റർവ്യൂവില് ജിത്തു ചേട്ടൻ ഇല്ലുമിനാറ്റിക്ക് വേണ്ടി വിനായക് ഘോരം വാദിച്ചു എന്നാ പറഞ്ഞിരുന്നത്. അപ്പൊ എന്തായിരുന്നു ആ വാദം, ആ വേർഡ്? അത് ബേസിക്കലി ആ പാട്ടാണ് നമ്മൾ സിനിമ തുടങ്ങുന്നതിന് മുൻപ് ഉണ്ടാക്കിയ ഏക പാട്ട്. ബാക്കി 7-8 പാട്ടുകൾ സിനിമ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഉണ്ടാക്കി. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് പാട്ടാവണമെന്നും ഹിറ്റ് ആവണമെന്നും ഒക്കെ ഓൾറെഡി ജിത്തുവിന് ആഗ്രഹമുണ്ട്. അപ്പൊ സുഷിൻ ഇതുപോലെ ഇതിന് റെഫറൻസ് ആയിട്ട് മലയാളത്തിൽ വേറെ പാട്ടുകളൊന്നും ഇല്ല ഈ സിറ്റുവേഷൻ. രംഗണ്ണനെ വർഷിപ്പ് ചെയ്യുന്ന ഫാൻസ് പാടുന്ന ഒരു പാട്ട് പോലത്തെ പാട്ടാണ്. അപ്പോൾ ഇത് ആക്ച്വലി സിനിമയിൽ ഇപ്പൊ അർമാദ് എന്നൊരു പാട്ട് കിടക്കുന്നില്ലേ, ബർത്ത്ഡേ സിറ്റുവേഷൻ, അവിടെ അതിനുവേണ്ടി ചെയ്ത പാട്ടാണ് ആക്ച്വലി ഇലുമിനാറ്റി എക്സ്ക്ലൂസീവ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ ഒരു തമിഴ് പാട്ടൊക്കെ കേൾക്കുന്ന പോലത്തെ ഒരു മീറ്ററിലാണ് സുഷിൻ കമ്പോസ് ചെയ്തത്. അപ്പൊ എനിക്ക് തോന്നി ഇത് എഴുതി വന്നപ്പോൾ ഈ ഇലുമിനാറ്റി എന്നുള്ള വാക്ക് എഴുതിയപ്പോൾ തോന്നി അങ്ങനെ ഒരു ഇംഗ്ലീഷ് വാക്ക് ഇങ്ങനത്തെ ഒരു പാട്ടിൽ പ്രതീക്ഷിക്കില്ല. അണ്ണൻ എന്നൊക്കെ പറഞ്ഞ വാക്കിൽ ഇലുമിനാറ്റി ഒരു മിസ്മാച്ച് ഉണ്ടല്ലോ, അതിൽ തന്നെ ഒരു പുതുമയുണ്ടെന്ന് തോന്നി. അപ്പൊ ഞാൻ ആക്ച്വലി ആദ്യം ഈ തമിഴ് പാട്ടുകളിൽ നമ്മുടെ റെഫറൻസ് കിട്ടിയ തമിഴ് പാട്ടുകളിലൊക്കെ ഉള്ള പോലെ ഇംഗ്ലീഷ് മിക്സ് ചെയ്ത് എഴുതിയത്. ഇപ്പൊ നാടിൻ നന്മ ഗനെ പൊന്മ അതല്ലായിരുന്നു ആദ്യം. ആദ്യത്തെ 4 ഞാൻ വേറെ കുറച്ച്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഇലുമിനാറ്റിക്ക് വന്നപ്പോൾ ഒരു മൊത്തത്തില് സുഷിൻ ഇത് കണ്ടിട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് അയച്ചു കൊടുത്തതാണ്. അപ്പൊ സുഷിൻ പറഞ്ഞു, എടാ എനിക്ക് ഒരു രീതിയിൽ ഈ ലിറിക്സ് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അയ്യോ ഇടുത്തി വീണ പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. അപ്പോൾ ഞാൻ ജിത്തു എന്ത് പറയും, ജിത്തുവും കണ്ടിട്ട് സുഷിൻ്റെ കൂടെയൊക്കെ തന്നെ ഞാൻ നിൽക്കുന്നത്. അപ്പോൾ പിന്നെ കാര്യം എന്താണെന്ന് അനലൈസ് ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷ് മലയാളം മിക്സ് ചെയ്തത് മലയാളത്തിൽ തമിഴിന്റെ അത്രയും സിങ്ക് ആവില്ല. ഇംഗ്ലീഷ് മിക്സ് ചെയ്ത് ശ്രമിക്കാറുണ്ട്. അപ്പൊ പിന്നെ അത് മാറ്റാം എന്ന് പറഞ്ഞിട്ട് അപ്പം ആദ്യത്തെ 4 വരി മലയാളത്തിലൊക്കെ ആക്കി. ഇപ്പൊ ഞാൻ പറഞ്ഞു ഇല്ലുമിനാറ്റി പക്ഷെ ഞാൻ മാറ്റൂല എന്ന് പറഞ്ഞു, അത് മാറ്റണം എന്ന് പറഞ്ഞു. പക്ഷെ എനിക്കത് വർക്കായി. കാരണം എന്താണെന്നറിയാം, എനിക്ക് റിയൽ ലൈഫിൽ ഒരാളറിയാം. പുള്ളിനെ ഞങ്ങൾ കളിയാക്കി വിളിക്കുന്നത്, പുള്ളിക്ക് രംഗാണന്റെ എക്സാക്ട് സെയിം ഒന്നും ഇല്ലെങ്കിലും ഞങ്ങളുടെ കാക്കനാട് ഇലുമിനാറ്റി എന്നാണ് ഞങ്ങൾ കളിയാക്കി വിളിക്കുന്നത്. അപ്പൊ പേര് പറയുന്നില്ല. അപ്പൊ ഞങ്ങൾ ഇടയ്ക്ക് ചോദിക്കും, ഏട്ടാ നിങ്ങൾ ഇലുമിനാറ്റി അല്ലേ എന്ന് ചോദിക്കും. പുള്ളി നിഷേധിക്കില്ല, അത് ഒക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ ഇരുന്ന് പോകും. അപ്പൊ അത് നമുക്ക് വർക്കാണ്, നമ്മുടെ ഇടയിൽ ആ വാക്ക് ഹിറ്റാണ്. അപ്പം രംഗാണനെ പറ്റി നമ്മൾ ഓൾറെഡി എക്സാജറേറ്റ് ചെയ്താണ് ഇതിലെ ലിറിക്സ് ഓരോന്നും, ഓരോ വരിയും. റിയൽ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തള്ളാണ്. എന്നാൽ പിന്നീട് ആലോചിക്കുമ്പോൾ ശരിക്കും ഇയാളതൊക്കെ ചെയ്തോ എന്നൊരു സംശയം വരും. അപ്പോൾ അതിന്റെ മാക്സിമം എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇല്ലുമിനാറ്റി എന്ന് വിളിച്ചാൽ, പിന്നെ മല്ലൂമിനാറ്റി എന്നൊരു വാക്കും, അങ്ങനെ ഒരു വാക്ക് കിട്ടിയപ്പോൾ ഞാൻ കുറച്ചു നേരം വാശി പിടിച്ച് ഉറച്ചു നിന്നു. അവരെന്നിട്ട് വേറെ ഓപ്ഷൻസ് ഒക്കെ ആലോചിക്കാൻ പറഞ്ഞു. അത് ഞാൻ ആലോചിക്കുന്ന ടൈമിൽ ഇവരിത് കേട്ട് സെറ്റായാൽ ആലോചിച്ച് വരുമ്പോൾ ഇവരെന്നെ പറയും ഇത് മതി. അത് വർക്കൗട്ടായി. പുതിയ നല്ലൊരു അപ്രോച്ചാണ്. റെസിസ്റ്റിന്റെ വിജയം. അതുപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാതാപിതാക്കളെ മാപ്പ. ഞാൻ ജിത്തു ചേട്ടൻ്റെ അടുത്തും അത് ചോദിക്കണ്ടായി. കാരണം അതിലെ പുരമദീനി പുനരധിവാസം എന്ന് പറയുന്നത്, പിന്നെ അതുപോലെ മൂക്കിൻ താഴെ വന്നൊരു ചെറുപൊടി മീശയിൽ ആത്മവിശ്വാസം. അതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വാക്ക് എന്ന് പറയുന്നത് മറ്റേ എന്താ, വഴി തെറ്റാനുമുണ്ട് അവകാശം. ഈ സാധനങ്ങൾ ഭയങ്കര സ്ട്രൈക്ക് ചെയ്തു. ഞാൻ ആ പോർഷൻ റിപ്പീറ്റ് കേൾക്കാറുണ്ട്. അവിടെ അവരുടെ ഒരു ലൈഫിന് സ്യൂട്ടാ, പക്ഷെ അതേസമയം എന്തോ ഒരു ഭംഗിയാ
അവിടെ വരുമ്പോ ആ വേർഡ്സിന് വരാറുണ്ട്. മാതാപിതാക്കളെ നിന്ന് തുടങ്ങുക, അതെ. അത് തന്നെ ഒരു ഹൈലൈറ്റ് ആയിരുന്നു. ബേസിക്കലി പടത്തിലെ വിഷ്വൽ കണ്ടാ എഴുതുന്നത്. അപ്പൊ ഈ പിള്ളേരെ കൊണ്ട് ബാംഗ്ലൂർ കൊണ്ടുപോകുന്നു, അച്ഛനമ്മ വലിയ പ്രതീക്ഷയോട് കൂടി കൊണ്ടുപോയി ചേർക്കുന്നു. ആദ്യം തന്നെ അമ്മ ചോദിക്കുന്നത്, മോനെ മറ്റേ കോളേജിന് മുമ്പിൽ വലിയൊരു എയറോപ്ലെയിൻ ഉണ്ട്, നീ ഇതുപോലത്തെ ഒരു പ്ലെയിൻ ഭാവിയിൽ ഉണ്ടാക്കുമോ എന്ന് ചോദിക്കുന്നത്. അങ്ങനെ ചോദിക്കുന്ന ഒരു അമ്മ അവിടെ കൊണ്ടാക്കി തിരിച്ചു പോകുമ്പോഴും രാത്രി ഇവൻ ആലോചിക്കുന്നത് എവിടെ പോയാലാണ് കിട്ടാന്നാണ് ആലോചിക്കുന്നത്. അപ്പൊ ബേസിക്കലി ആദ്യമേ തന്നെ 10-18 വർഷം വീട്ടിൽ വളർന്നു. അപ്പോൾ നമുക്ക് എനിക്കും ഉണ്ടായിട്ടുണ്ട് കുറേ വർഷം വീട്ടിൽ വളർന്നപ്പോൾ എനിക്കൊരു 17 ആയപ്പോൾ തന്നെ ഒന്ന് മാറി താമസിക്കണമല്ലോ എന്നുള്ളൊരു ടെൻഡൻസി ആ സമയത്ത് നമുക്ക് ഉണ്ടാവും. അപ്പോൾ ബേസിക്കലി ആ ഒരു വ്യഗ്രതയിലെ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ട് കുറേ കാലം. നമുക്ക് കൂട് വിട്ട് പറക്കാൻ ഒരു മോഹം വരുന്ന ഒരു ഏജാണ്. പിന്നെ കുറച്ച് കാലം ഇനിയിപ്പോൾ നല്ലതാണോ ചീത്തയാണോ വഴിയൊന്നും നോക്കൂല, തന്നിഷ്ടമാണ് കാണിക്കാൻ തോന്നുന്നത്. അതെല്ലാം വെച്ചിട്ടാണ് ആ സംഭവം എഴുതിയത്. പുരം മതി, ഇനി പുരം മതിയായി, ഇനി പുനരധിവാസം, പുതിയ വിലാസം, അടിമുടി പുതിയ വിലാസം, കാട്ടു തോന്നിയാസം. അതാണ് അത് തോന്നിയാസം കാട്ടുതാൻ പോകുന്നോണ്ടാണ് ആദ്യമേ മാതാപിതാക്കളെ മാപ്പ് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് അങ്ങനെ പറഞ്ഞാൽ പിന്നെ ബാക്കി എന്തും പറയാലോ. മുൻകൂർ ജാമ്യം എടുക്കുന്നത് ഗലാട്ട, അതുപോലെ ആത്മാവയാണെങ്കിലും ആദരാഞ്ജലി ആണെങ്കിലും അതും ജിത്തു ചേട്ടൻ പറഞ്ഞത് വിനായകന്റെ കുസൃതികൾ എന്നാ. നമ്മുടെ റീലിന്റെ താഴെ അത് തന്നെ ആൾക്കാർ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ആദ്യത്തെ വരി അല്ലെങ്കിൽ ആദ്യത്തെ വാക്കിന് ഹൈലൈറ്റ് ചെയ്യാന്ന് പറയുന്നത് തുടക്കത്തിൽ തന്നെ നമുക്കത് വീണ് കിട്ടുന്നതാണോ അല്ലെങ്കിൽ പിന്നീട് ഇത് പൊളിച്ചെഴുത്തല്ലോ? തുടക്കത്തിൽ തന്നെ അത് കിട്ടിയ ഭയങ്കര എളുപ്പമായി കാര്യങ്ങൾ. നമ്മൾ ആദ്യം ഈ വാക്ക് തീരുമാനിച്ച് ഒക്കെ പാട്ടിന്റെ പേര് ഇതാണെന്ന് തീരുമാനിച്ച പിന്നെ അതിനുവേണ്ടി നമ്മൾ ബാക്കി ഡിസൈൻ ചെയ്യും. മറ്റേത് അവസാനത്തേക്ക് ആലോചിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര ടെൻഷൻ വരും. എല്ലാ വരിയായി, ഹുക്ലിയും മാത്രം ആയില്ല എന്ന് പറയുമ്പോഴേ പിന്നെ ഭയങ്കര പ്രഷറാണ്. ചിലപ്പോൾ നല്ല ഹുക്ലിയും കിട്ടില്ല, പിന്നെ കിട്ടിയതിന്റെ ജഡ്ജ്മെന്റ് പോകും. അപ്പൊ ആദ്യമേ ഇത് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആത്മാവിപ്പോ അങ്ങനെ തീരുമാനിച്ച പാട്ട് സുഷിൻ കമ്പോസ് ചെയ്യാനും തുടങ്ങിയിട്ടില്ല, എഴുതാനും തുടങ്ങിയിട്ടില്ല. ജിത്തു ഞങ്ങൾ 3 പേര് ഇരിപ്പുണ്ട്. ഈ പാട്ട് എന്തായിരിക്കണം, ബോറടി സോങ് എന്നാണ് സത്യം പറഞ്ഞ അതിനെ ഒരു റഫ് ടൈറ്റിൽ ഇട്ടിരുന്നത്. ഓജോ ബോർഡുകൾ ഇവർ നിർത്തി, ഇപ്പൊ ചെയ്യാനൊന്നും ഇല്ല, ബോറടി, ഇപ്പൊ ബോറടിക്കുന്ന പാട്ട്. അപ്പോൾ ബോറടി സോങ് എന്ന് പറഞ്ഞിങ്ങനെ ആലോചിച്ചിട്ട് പിന്നെ എന്താവാ ഇതിൻ്റെ ഒരു തീം എന്നാലോചിച്ചപ്പോഴാണ് ബേസിക്കലി അന്ന് ഇതുപോലെ ഞാൻ ചോദിച്ചത്, ഒരു ഗുഡ് സ്പിരിറ്റ് കം എന്ന് പറയുന്ന പോലെ മനസ്സിൽ നിന്ന് ഇറങ്ങി പോകുന്നില്ല. ഇവർക്ക് ഇപ്പോഴും ക്യാരബോർഡ് കാണുമ്പോഴും ഒക്കെ എടുത്ത് കളിക്കാൻ തോന്നുക, പഴയ ഓർമ്മകൾ വരുന്നത്. അപ്പോൾ ഒന്ന് ഇറങ്ങി പോകും എൻ്റെ മനസ്സിൽ നിന്ന് എന്നൊരു സംഭവത്തിൽ വെച്ചിട്ട് ആത്മാവേ പോ എന്നാക്കിയ കൊള്ളാവുമ്പോൾ എല്ലാവർക്കും രസമായിട്ട് തോന്നി. അങ്ങനെ അത് ഡിസൈഡ് ചെയ്തു. സുഷിൻ ആദ്യം അത് കമ്പോസ് ചെയ്തു, ആത്മാവേ പോ, അതാണ് ആദ്യം ഉണ്ടായത്. ഇനിയിപ്പോ ഇതിന് മുമ്പത്തെ ലൈനൊക്കെ ഇതിന് ശേഷം ഉണ്ടായത്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഒരു റിവേഴ്സ് പ്രോസസ്സിലാണ് ശരിക്കും ഈ ജാട ഇതൊക്കെ വർക്ക് ചെയ്തിരിക്കുന്നത്. ജാടയുടെയും ഇതേപോലെ തമാശക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും ജാടയുള്ള ആളെ കൊണ്ട് പാടിച്ചെന്ന് നിങ്ങള് പറവയില് പകലിൻ വാതിൽ തുറന്ന് എന്ന് പറയുന്നത്, അതുപോലെ പറുദീസ ആയാലും ഈ കോംബോ ആണ് വിനായക് സുഷിൻ ഭാസി കോംബോ. വരത്തല്ലൂർ. അതെ, ഈ ഭാസിക്ക് വേണ്ടി അല്ലെങ്കിൽ ഭാസി പാടാമെന്ന് നിങ്ങൾ സ്റ്റാർട്ടിങ്ങിലെ തീരുമാനിക്കുന്നതാണോ അതോ അതിന്റെയൊക്കെ കഴിഞ്ഞിട്ടാണ്? അല്ല, ഇങ്ങനത്തെ പാട്ടുകളൊക്കെ ഓൾറെഡി പാടിയിട്ടുള്ളത് കൊണ്ട് ബേസിക്കലി ഭാസി എന്നൊരു ഓപ്ഷൻ പല പാട്ടുകൾക്കും ചിലപ്പോൾ മനസ്സിൽ വരും ഓട്ടോമാറ്റിക്കലി വരും. ഡിഫറെന്റ് വോയിസ് ആണല്ലോ ഭാസിയുടെ സിംഗിങ് സ്റ്റൈലും, വോയിസ് വളരെ യുണീക്കാണ്. അപ്പോൾ ഇതിൽ ആക്ച്വലി സുഷിന്റെ സ്റ്റുഡിയോയിലല്ല പാട്ട് ചെയ്തത്. സുഷിന്റെ സ്റ്റുഡിയോയുടെ ഫ്രണ്ടിൽ ഒരു വൈറ്റ് ബോർഡും ഒരു മാർക്കറും ഉണ്ട്. ഇതിൽ ആദ്യമേ സിനിമയുടെ പേര് ആവേശം, എന്നിട്ട് ഒരു 2 കോളമാണ്. ഇടത്തെ കോളത്തിൽ പാട്ടുകളുടെ പേര് 8-9 പാട്ടുണ്ടെങ്കിൽ, വലത്തെ കോളത്തിൽ ഇത് ആര് പാടണം, അപ്പം എല്ലാം ബ്ലാങ്ക് ആണ്. അപ്പോൾ റാൻഡംലി നമ്മൾ ഓരോ പേരോടെ എഴുതി വെക്കും, ഏത് പാട്ടിനൊന്നും എഴുതി വെക്കൂല. അപ്പൊ ഇതിനകത്ത് 3ാമത്തെ എന്തോ ചെയ്ത പാട്ട് അധോലോകം എന്നുള്ള പാട്ടാണ്. അധോലോകം ചെയ്ത് കഴിഞ്ഞപ്പോ തന്നെ ബാസ് നന്നായിരിക്കില്ലേ എന്നൊരു ഡിസ്കഷൻ ഒക്കെ വന്നു. ലിറിക്സിന്റെ ശേഷം ലിറിക്സ് എഴുതി ട്യൂൺ എല്ലാം കഴിഞ്ഞതിന് ശേഷം ബാസ് നന്നായിരിക്കില്ല എന്നൊരു ചിന്ത വന്നു അധോലോകത്തിന്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഗലാട്ടയൊക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നെയാണ് ജാട വരുന്നത്. ജാട ചെയ്ത് കഴിഞ്ഞപ്പോ തന്നെ പിന്നെ ആലോചിക്കാനൊന്നും ഇല്ല എന്ന രീതിക്ക് സ്ലോട്ടിൽ വീണതാണ് ബാസി. അപ്പോൾ നേരെ ബാസിയുടെ പേര് മറ്റേ മാച്ച് ദ ഫോളോയിങ് ഒക്കെ നമ്മൾ ചെയ്യുന്ന പോലെ ഈ കോളത്തിൽ നിന്ന് മറ്റേ നേരെ ജാടയിലേക്ക് ഒരു വര വരച്ചു. അങ്ങനെയാണ് അതൊക്കെ ഫിക്സ് ആയത്. ബാസി എനിക്കൊന്നും വളരെ എൻജോയ് ചെയ്ത് ഭയങ്കര രസമായിട്ട് പുള്ളി ആ ജാടാന്ന് പറയുന്നതിലൊരു കുറെ പേര് ചോദിച്ചത് ബാസിനെ മനസ്സിൽ കണ്ടിട്ടാണോ ലിറിക്സ് എഴുതിയത്, ഓരോ വരിയും ബാസിയായിട്ട് റിലേറ്റഡ് ആണല്ലോ. അങ്ങനെയല്ല, ലിറിക്സ് എഴുതി കഴിഞ്ഞ് എന്തോ അങ്ങ് ഭയങ്കര കോയിൻസിഡന്റൽ ആയിട്ട് ഒത്തു വന്നതാണ്. നമുക്ക് എല്ലാവർക്കും നമ്മളെ പിന്നീട് പണ്ട് പുച്ഛിച്ച ആൾക്കാരോട് പിന്നീട് എപ്പോഴെങ്കിലും പറയണമെന്ന് തോന്നിയ കുറെ കാര്യങ്ങളുണ്ടല്ലോ. അത് നല്ല രസം. കുലീനരെ, ഉദാത്തരെ, ഉറ്റതോഴരെ, പിന്നെ വ്യത്യാസമാണ്. എല്ലാം ഇൻവെർട്ടഡ് കോമയാണ് ആക്ച്വലി. സോ കോൾഡ് കുലീനരെ, ഉദാത്തരെ എന്നാ കണ്ടോളൂ എന്ന് പറഞ്ഞ നമ്മുടെ വീണ് കിടക്കുമ്പോ താങ്ങാത്തവരെ കിടക്കുമ്പോ ചിരിച്ചവര്. അതാണ് ശക്തി ഉള്ളവന്റെ കൂടെ പിടിക്കുന്ന അല്പരെ. ശക്തി ഉള്ളവന്റെ കൂടെ പിടിക്കാൻ എളുപ്പമാണ്. വീണ് കിടക്കുന്നവനെ ഇവൻ നാളെ കംബാക്ക് ചെയ്യുന്നു പറയാനാണ് പാട്. അതുപോലെ കണ്ണുനീരിന് ഉപ്പ് കറിയിലിട്ട സ്വാഗതം എല്ലാരെയും ലിസ്റ്റ് ചെയ്ത് പറഞ്ഞിട്ട്
ഓക്കെ മങ്ങി മാഞ്ഞു ഭൂതകാലം ഇന്നിവന്റെ ഊഴം കൺതുറന്ന് കണ്ണിറച്ച് കാണുക. ആ മോനെ ജാട വരുമ്പോ ഭയങ്കര രസമായിട്ടാ വരുന്നത് പുള്ളി. മോനെ അവസാനം വന്നാ കൺതുറന്ന് കണ്ണിറച്ച് കാണുക ജാട അന്നേരം തുടങ്ങിയിരുന്നേ. അപ്പൊ ഒരു രണ്ടക്ഷരമുള്ള ഒരു വാക്ക് വേണമല്ലോ. ഞാൻ പറഞ്ഞു ഇനിയൊരു വാക്ക് വേണോ, പാട്ട് പെർഫെക്റ്റ് ആണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക. അപ്പം സുഷിനാണ് ആക്ച്വലി ആ മോനെ ഇടമോനെ ഉണ്ടല്ലോ പടത്തില്, മോനെ ജാട. ഞാൻ ഒക്കെയാണ് മോനെ മതി, ഇനി വേറെ ആലോചിക്കണ്ട, മോനെ ജാട ജിത്തു വർക്കായി. അങ്ങനെയാണ് അത് മോനെ ജാടയിലോട്ട് പോയത്. ഈ ഗലാട്ട എന്നുള്ള വാക്കിന് കുറെ മീനിങ് ഇല്ലേ തമിഴിലും ഹിന്ദിയിലും ഒക്കെ വരുമ്പോ. ഇത് ഈ ഗലാട്ട എന്നുള്ളത് എങ്ങനെയാ കിട്ടുന്നത് ഫസ്റ്റ്? ഇത് ആക്ച്വലി ഈ പാട്ട് മാത്രമേ എഴുതിയിട്ട് ട്യൂൺ ചെയ്യുന്ന പാട്ട് ഈ സിനിമയില്. അപ്പോൾ അവിടെ ഒരു ബേസിക്കലി അവർ വേറെ ഏതോ ഒരു പാട്ട് ഓൾറെഡി പ്ലേ ചെയ്ത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അവർ ആ താളത്തിലാണ് ഈ സീനിൽ തുള്ളുന്നത് പിള്ളേര്. അപ്പൊ ആ താളത്തിൽ തന്നെ തുള്ളണമെങ്കിൽ അതുപോലത്തെ ഒരു പാട്ട് ഞങ്ങൾ വീണ്ടും ചെയ്യണം. അപ്പൊ അങ്ങനെ ഒരു താളം കിട്ടി. ഇനി ഈ താളത്തിൽ എന്ത് എഴുതും എന്നുള്ളതായിരുന്നു. അപ്പൊ ഈ പാട്ടിന്റെ ലിബർട്ടി എന്ന് പറഞ്ഞ കുറച്ച് തമിഴും മലയാളവും ഒക്കെ മിക്സ് ചെയ്ത് പിടിക്കാനുള്ള ഒരു കന്നഡയൊക്കെ മിക്സ് ചെയ്ത് പിടിക്കാൻ ഒരു ക്രോസ് കൾച്ചറൽ സാധനം ആക്കാൻ ഒരു സ്പേസ് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് ഞാൻ തമിഴ് വാക്കുകളെ പറ്റിയൊക്കെ ആലോചിക്കുകയും പിന്നെ എന്തോ ഒരു പെട്ടെന്ന് എവിടെ നോക്കി തോന്നുന്നതാണ് ഈ ഗല 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 ഗലാട്ട അങ്ങനെ തന്നെ എഴുതിയത്. ഗല 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 ഗലാട്ട എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ പറഞ്ഞു കൊടുത്തു. അപ്പൊ എനിക്ക് ബേസിക്കലി ഈ സീൻസ് കണ്ടപ്പോൾ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സർക്കസിൽ പോകുന്ന ഒരു കാര്യമുണ്ടല്ലോ. അതായത് നമ്മൾ ഒരു സർക്കസ് കാണാൻ കുട്ടിക്കാലത്ത് ആദ്യമായിട്ട് പോകുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയുള്ള മൃഗങ്ങൾ, സിംഹം, പുലി, കടുവ, ആന, ഇതൊക്കെ നമുക്ക് ഭയങ്കര പേടിയുള്ള കാര്യങ്ങളാണ്. പക്ഷെ ഇവരിത് ചെയ്യുന്ന ആന സൈക്കിൾ ചവിട്ടുന്നു, സിംഹം വന്ന് വളയത്തിൽ കൂടെ ചാടുന്നു. അപ്പോൾ എടാ ഇത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള അനിമൽസ് ആണല്ലോ ഈ തമാശ കാണിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം. അപ്പൊ ഇതിനൊക്കെ കാരണം എന്ന് വെച്ചാൽ അവിടെ റിംഗ് മാസ്റ്റർ ഉണ്ട്, ഇവരെയൊക്കെ ട്രെയിൻ ചെയ്യുന്ന ഒരാള്. അപ്പൊ പുള്ളിയാണ് നമുക്ക് വേണ്ടി ഈ വലിയ വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ള അനിമൽസിനെ കൊണ്ട് എന്റർടൈൻമെന്റ് സെറ്റ് ആക്കുന്നത്. അപ്പൊ അതുപോലെ ഇവരും കുറെ ഗുണ്ടകൾ ഇരുന്ന്, ഒരാൾ വടിവാൾ എടുക്കുന്നു, മറ്റേ ആൾ കഠാര എടുക്കുന്നു, ഒരാൾ മറ്റേ തോക്ക് കാണിക്കാൻ പറയുന്നു. അപ്പൊ ഇതൊക്കെ ഈ പിള്ളേർ ആദ്യമായിട്ട് കാണുകയാണ് ഈ 3 ക്യാരക്ടേഴ്സ്. ഇതിന്റെ ബേസിക്കലി റിംഗ് മാസ്റ്റർ, ഇവിടുത്തെ റിംഗ് മാസ്റ്റർ രംഗാണനാണ്. അപ്പൊ അങ്ങനെ ഒരു പരിപാടി വെച്ച് വെൽക്കം ടു മരണക്കിണർ ട്രപ്പീസ്, അങ്ങനെ മരണക്കിണർ ട്രപ്പീസ്, റിംഗ് മാസ്റ്റർ, അങ്ങനെ സർക്കസിൽ വരുന്ന ഗ്ലോസറി, റിംഗ് മാസ്റ്റർ വിസിലടിച്ചാൽ പറന്നു വരും സിംഗങ്ങൾ, അങ്ങനെ സർക്കസ് ഗ്ലോസറി വെച്ചിട്ടാണ് ആ പാട്ട് എഴുതിയിരിക്കുന്നത്. അത് സുഷിൻ ഇമ്മീഡിയറ്റ്ലി തന്നെ കൊണ്ടുപോയിട്ട് വളരെ പെട്ടെന്ന് ഒരു ഹാഫ് ഡേ കൊണ്ടൊക്കെ തന്നെ തീർത്തു. വിഷൻ ഞാൻ ആലോചിക്കുന്നു സർക്കസ് ഒക്കെ ആയിട്ട് കണക്ട് ചെയ്തു. എനിക്ക് അങ്ങനെ തോന്നി. ഇവിടെ മറ്റേ ഒരു സീൻ ഉണ്ടായിരുന്നു, അത് കണ്ടാൽ മനസ്സിലാവും. പിള്ളേരുടെ രണ്ടെണ്ണം ഇത് കാണിക്കാതെ ഓരോരുത്തർ ഓരോ ആയുധം എടുത്തിട്ട് ഇങ്ങനെ കറക്കി കാണിക്കുന്നു, സ്റ്റണ്ട് കാണിക്കുന്നത്. ഡേഞ്ചറസ് ഫൺ. അത് ഗലാട്ടയ്ക്ക് അങ്ങനെ ഒരു അർത്ഥമുണ്ട്, ഡേഞ്ചറസ് ആയിട്ടുള്ള ഫൺ. ആ മീനിങ്ങിലാണ് വെച്ചേക്കുന്നത്. ഇതില് ഇതേപോലെ ഇപ്പൊ ആദരാഞ്ജലി ആത്മാവും വരുമ്പോ ഞാൻ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ വയസ്സായ ആളുകളിലേക്ക് എത്തുമ്പോൾ എന്നുള്ള അല്ലെ, അന്ന് അത് പല രീതിയിൽ എടുത്തിട്ടുമുണ്ട്. ഈ സോങ് സെറ്റ് ചെയ്യുമ്പോ തന്നെ നമുക്ക് ഇതാണ് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് ഇത്തരം സിനിമകളിൽ ചിന്തിക്കാറുണ്ട്. ഉറപ്പായിട്ടും ഇത്തരം സിനിമകളിൽ ബേസിക്കലി സിനിമ തന്നെ ജിത്തു ഭയങ്കര ബ്രില്യന്റ് ആയിട്ട് മലയാളത്തിൽ എടുത്ത് ഫലിപ്പിക്കാൻ ഏറ്റവും പാടുള്ള ഒരു കാര്യമാണ് ഈ ഡാർക്ക് ഹ്യൂമർ എന്ന് പറയുന്നത്. മരണത്തെ എടുത്ത് കോമഡിയാക്കുക, പ്രേതം എടുത്ത് കോമഡിയാക്കുക, ഇപ്പൊ അധോലോകവും ഗുണ്ടകളെയൊക്കെ എടുത്ത് കോമഡിയാക്കുക എന്ന് പറഞ്ഞത് തമിഴിലും ഹിന്ദിയിലും നമ്മൾ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട്. മലയാളത്തിൽ പലരും എടുത്ത് ശ്രമിച്ച് ഭയങ്കര ചാലഞ്ച്, പറയാൻ എളുപ്പമാണ്, എടുത്ത് ഫലിപ്പിക്കാൻ പാടാണ് ഈ ജോണർ. അപ്പൊ ജിത്തു അതിന്റെ ആശാനാണ് ഈ 2 പടങ്ങളിൽ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ലിബർട്ടി ഉണ്ട്. ഇത് കാണാൻ വരുന്നവർ, ഇത് ഇഷ്ടപ്പെടാൻ വരുന്നവർക്ക് അത് ആ സെൻസ് ഉള്ള ഓഡിയൻസിനായിരിക്കും. എസ്പെഷ്യലി ഇങ്ങനത്തെ ആക്ടേഴ്സ് ഒക്കെ ആയതുകൊണ്ട് യൂത്ത് ആയിരിക്കും വരുന്നത് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അത് എഴുതിയത്. പിന്നെ അത് വേറൊന്നും ആലോചിക്കുന്നില്ല. ബേസിക്കലി വേറെ ആരെങ്കിലും ഇത് കണ്ട് ജഡ്ജ് ചെയ്യുമെന്നൊന്നും. രതിപുഷ്പത്തിന് ഓൾറെഡി അങ്ങനെ കുറെ കിട്ടി. പിന്നെ അത് നനഞ്ഞിറങ്ങിയത് കൊണ്ട് കുളിച്ച് കയറാന്ന് പറഞ്ഞാൽ പക്ഷെ ഒരു പഴയ ആണ്, പക്ഷെ കുറച്ച് മറ്റേ അഡൽട്ട് കണ്ടന്റ് ഉള്ള പണ്ടത്തെ പാട്ടുകളിലില്ലേ ഇങ്ങനത്തെ? ഉണ്ട്. പക്ഷെ അത് പിള്ളേരൊക്കെ ഏറ്റെടുക്കുമ്പോ അച്ഛനും എൻ്റെ അടുത്ത് ഒരാളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ എന്റെ മോനും മോൾക്കൊക്കെ ആ പാട്ട് ഇഷ്ടമാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്, ഇത് കോംപ്ലിമെന്റ് ആയിരുന്നില്ലെന്ന് എനിക്ക് ഓക്കെ പറഞ്ഞിട്ടൊക്കെ പോയ ആൾക്കാരുണ്ട്. അതുപോലെ എന്താണ് നിന്റെ പുതിയ പാട്ട് രതിപുഷ്പം എന്ന് പറയുമ്പോഴേ പക്ഷെ അത് എൻജോയ് ചെയ്യുന്നവർക്ക് അറിയാം അതിന്റെ ഫൺ എന്താണെന്നുള്ളത്. ഓളം ചെറുതല്ല, അതൊരു ഫൺ സെൻസിലാണല്ലോ നമ്മളെ പാട്ട്. പക്ഷെ എന്നാലും അതിന്റെ വരികളിൽ പാറയും വെണ്ണയാകുന്ന സ്പർശം എന്നൊക്കെ പറയുന്ന വരികളിലൊക്കെ ആ കണ്ടന്റ് ഉണ്ട്. അപ്പൊ പിന്നെ അതിലങ്ങനെ ഒരു സംഭവം കിട്ടിയോണ്ട് ആദരാഞ്ജലിക്കൊന്നും പിന്നെ ഭയപ്പെട്ടില്ല. അതിലും വലുതൊക്കെ കണ്ടു. ജയഹേല് ജയ മുഴുവൻ പറയുന്നില്ല, ജയഹേലെ പെണ്ണേ പെൺകിടാത്തി, അതൊരു വയനാടൻ ഫോക്ക് അവരൊക്കെ അല്ലേ അത് പാടിയിട്ടുണ്ടായിരുന്നത്. അതില് എവിടെയോ നമുക്കൊരു മണിച്ചേട്ടൻ പാട്ടുകൾ കേട്ട് വരുന്നവർക്ക് അത് ഓർമ്മ വരും.
എവിടേക്കോ ഈ സ്കൂൾ കലോത്സവ വേദി കേൾക്കുന്ന ഫോക്കുകളുടെ ഒരു ഇത് കിട്ടുന്നുണ്ട്. അതിന്റെ ലിറിക്സ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്? അങ്ങനെ ഒരു എനിക്ക് ജയഹയ്ക്ക് വേണ്ടിയിട്ട് ജയഹ വളരെ നേരത്തെ ഇങ്ങനെ ഒരു പടമുള്ള കാര്യം എനിക്കറിയാം. കാരണം ഇവരുടെ ഒരു ക്രിക്കറ്റ് കളിക്കാൻ പോകുന്ന ഉണ്ട്. ഈ ഡയറക്ടർ വിപിൻ ചേട്ടൻ, മ്യൂസിക് ഡയറക്ടർ അങ്കിത്ത്, അത് റൈറ്റ് ചെയ്ത നാഷിദ്, ഞങ്ങൾ ടർഫിൽ ക്രിക്കറ്റ് കളിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഇങ്ങനെ ഒരു പടം വരുന്നുണ്ട്. അന്ന് വേറെ ടോട്ടലി വേറെ പ്രൊജക്റ്റ് ആണ്, കഥ സെയിം ആണ്, ആക്ടേഴ്സ് ഒക്കെ വേറെ. അപ്പൊ മുതലേ അറിയാം. അപ്പൊ ഇതിന്റെ തീം വേണ്ടി ഞാൻ വളരെ ഫെമിലിയർ ആണ്. അപ്പൊ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു തീമാണ്. പൊതുവെ നമ്മൾ സിനിമയിലെ ആ ക്യാരക്ടേഴ്സിന് വേണ്ടി പാട്ട് എഴുതുമ്പോൾ നമുക്ക് നമ്മുടെ ടേസ്റ്റ് എന്താണെന്നുള്ളത് നോക്കാതെ എഴുതുന്നത്. ഇതിനകത്ത് എനിക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള പൊളിറ്റിക്സ് ആണ്, ഞാനും അത് വിശ്വസിക്കുന്നുണ്ട് ആ പൊളിറ്റിക്സിൽ. അപ്പൊ അത് വളരെ എൻജോയ് ചെയ്ത് എഴുതിയൊരു വർക്കാണ്. അപ്പൊ ഇതിനു വേണ്ടി ഞാൻ കുറെ റിസർച്ച് ചെയ്തിട്ടുണ്ട്. പഴഞ്ചൊല്ലുകളുണ്ടല്ലോ നമ്മുടെ മലയാളത്തിലെ പഴഞ്ചൊല്ലുകൾ. അപ്പോൾ എന്തായിരിക്കും മലയാളത്തിലെ സ്ത്രീകളെ പറ്റിയുള്ള അല്ലെങ്കിൽ പെണ്ണുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പഴഞ്ചൊല്ലുകൾ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ പഴഞ്ചൊല്ലുകൾ റിസർച്ച് ചെയ്തു. അതിലൊരു 95% പഴഞ്ചൊല്ലുകളും വളരെ മോശമാണ്. എന്ന് പറഞ്ഞാൽ വളരെ പിന്തിരിപ്പനായിട്ടുള്ളതും പെൺബുദ്ധി പിൻബുദ്ധി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരുപാടുണ്ട്. എൻ്റെ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിശ്വസിക്കാത്ത രീതിയിലുള്ള അത്രയും ഒഫെൻസീവ് ആയിട്ടുള്ള പഴഞ്ചൊല്ലുകളാണ്. അപ്പോൾ എന്നിട്ടൊരു പഴഞ്ചൊല്ലുണ്ട്, പഴഞ്ചൊല്ലിൽ പതിരില്ല എന്ന് പറഞ്ഞിട്ട് ഇതിനെയൊക്കെ അങ്ങോട്ടൊരു ക്ലീൻ ചിറ്റ് കൊടുക്കുന്ന ഒരു പഴഞ്ചൊല്ല് അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ബേസിക്കലി അങ്ങനെയല്ല, പണ്ട് മുതലേ കേൾക്കുന്ന എല്ലാം നല്ലതല്ല. പഴഞ്ചൊല്ലുകളിൽ ബ്ലണ്ടേഴ്സ് ഉണ്ട്, അതിനെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യം അത് വായിച്ചപ്പോൾ മനസ്സിലായി. അപ്പൊ ഞാൻ വിപിൻ ചേട്ടനോട് പറഞ്ഞു, ഇതിലെല്ലാ പാട്ടിലും ഒരു സർക്കാസം വേണം. ഡയറക്ട്ലി പറഞ്ഞാൽ അത് പിന്നെ കാര്യമില്ല, അത് വളഞ്ഞു പറയണം. അപ്പോ നമുക്ക് ഉൾട്ട പിടിക്കാം. ഇത്രയും കാലം ഇവർ ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്ന കാര്യങ്ങൾ എത്ര ബാലിശമാണെന്ന് ഈ സിനിമ കാണുമ്പോൾ എന്തായാലും മനസ്സിലാവും. അപ്പൊ ആ ഗ്ലോറിഫൈ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഇവിടെയും പറയാം. അപ്പൊ കിട്ടും ആ ഒരു ഐറണി കിട്ടും എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇതിനകത്ത് നാരി നരിച്ചിടം നാരകം നട്ടിടം നാടിനും വീടിനും നന്നായില്ലെന്ന് പഴഞ്ചൊല്ലുണ്ട്. അത് സിനിമാ പാട്ടിലും പണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്. പെണ്ണിനെ കളിയാക്കാൻ പാടുന്ന പല പാട്ടുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഈ പെണ്ണെ പെൺകിടാത്തിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ പഴഞ്ചൊല്ലുകൾ പലതും ഈ പെൺകിടാത്തിലുണ്ട്. പിന്നെ ഈ ഇങ്ങോട്ട് നോക്കണ്ട കണ്ണുകളെ, അത് ആക്ച്വലി വളരെയധികം ഞാൻ ഇതുവരെ എഴുതിയതിൽ ഏറ്റവും സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള കുറച്ച് പാട്ടുകളിൽ ഉള്ളൊരു പാട്ടാണ്. അത് അതും വളഞ്ഞു മൂക്ക് പിടിക്കുകയാണ്. ഇപ്പം അതില് കാണുവാൻ ഈടൊരു കുന്തമില്ല എന്നാ പറയുന്നത്. ഈട എന്നൊക്കെ പറയുമ്പോ അങ്ങോട്ടുള്ള കണ്ണൂർ അങ്ങോട്ടൊക്കെ ഉള്ളതല്ലേ. ഇത് നടക്കുന്ന കൊല്ലം എന്തുകൊണ്ടായിരിക്കും ഈടൊരു കുന്തം? ബേസിക്കലി ജയ ഒരു റെപ്രസെന്റേറ്റീവ് ആണെന്ന് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. ജയ പാടുന്ന പോലെ തന്നെ ഏത് നാട്ടിലുള്ള പെണ്ണുങ്ങൾക്ക്, ഏത് നാട്ടിലുള്ള പെണ്ണിന്റെ കഥ ഇത് തന്നെയാണ്. അപ്പോ പക്ഷെ നിരാശ, അതായത് ആശയൊക്കെ നശിച്ച് കഴിഞ്ഞൊരു പെണ്ണ് പാടുന്ന പോലെയാണ് അതിനെ ട്രീറ്റ് ചെയ്തത്. സ്നേഹത്തലോടലല്ലേ ഇവിടെ ഇങ്ങനെയല്ലേ ഈ പറഞ്ഞ പോലെ. ഇങ്ങോട്ട് നോക്കണ്ട, ഇവിടെ അവ അടിക്കുകയാണ് കണ്ടിന്യൂസ്ലി ഭർത്താവ്. പക്ഷെ ഇങ്ങോട്ട് ആരും നോക്കണ്ട, കാണാൻ ഇവിടെ ഒന്നും ഇല്ല, നാട്ടു നടപ്പാണ്, ഈ വീടിന്റെ വീട്ടു വഴക്കമാണ്, തല്ലാണെങ്കിൽ സ്നേഹത്തലോടലാണെന്നാണ് ഇവര് പറയുന്നത്. മണ്ണോളം താഴ്ന്നവളാണ് ശരിക്കുള്ള പെണ്ണ് എന്ന് പറയുന്നതാണ്. ഈവൻ മറ്റേ ജയ 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 അതിനകത്തും നമ്മൾ കാലങ്ങളായിട്ട് പെണ്ണിനെ വർണ്ണിക്കുന്ന സൗമ്യ, ശാലിനെ, ശ്രീലോലെ, വീടിൻ സൗഭാഗ്യമാണെങ്കിൽ ഇങ്ങനെയൊക്കെ ആവണം എന്നൊക്കെ പറയുന്ന ലിറിക്സ് ആണ് ശരിക്കും കൊടുത്തിട്ടുള്ളത്. പക്ഷെ അത് എഴുതുമ്പോഴേ നമുക്ക് ഈ പറഞ്ഞ പോലെ പണ്ട് നമ്മൾ വർണ്ണന കേട്ടിട്ടുണ്ട്, സ്ത്രീ വളക്കാണെന്ന് പറയുന്ന പരിപാടി കുറെ കേട്ട് വന്നതാണ്. പക്ഷെ ഇവിടെ എത്തുമ്പോൾ നമുക്ക് കൃത്യം സർക്കാസം ആണെന്നും ഇതെന്താ ഉദ്ദേശിക്കുന്നത് കിട്ടുന്നുണ്ട്. സിനിമ കാണുന്നതിന് മുന്നേയും. അല്ല, ആദ്യത്തെ ഈ പാട്ട് ആദ്യം ഇറങ്ങിയപ്പോ കമന്റ് ഉണ്ടായിരുന്നു, ദാസി മന്ത്രി ഭാര്യ സഹോദരി എന്ന് പറയുമ്പോ ഇപ്പോഴും തന്നെയാണോ? സിനിമ കണ്ടിട്ട് നിങ്ങൾ ഒന്നുകൂടെ കേട്ടു. ഇപ്പൊ കേൾക്കുമ്പോ കൃത്യമാണല്ലോ, നമുക്കത് സർക്കാസ് ആണെന്ന് കിട്ടുന്ന രീതി തന്നെയാണ്. അതുപോലെ ഫാലിമീല പാട്ട്, ഈ ഗ്രൂപ്പിന്റെ അടുത്ത സെറ്റ് പടം അതിലെ ഹേ ഭഗവാൻ, എങ്ങോട്ടാണ് ഈ യാത്ര, തുടക്കം നല്ല മറ്റേ കാശിക്കൊക്കെ പറ്റിയ ഒരു സാധനം, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ഹിന്ദി വരുന്നു, പിന്നെ മൊത്തത്തിൽ പൊളിച്ച് ഹൈ ക്ലാസ് മറ്റേ സപ്രപഞ്ചക്കെട്ടിലാണ് എന്ന് പറയുന്ന സാധനമൊക്കെ ഒരു 3 സെറ്റായിട്ടാ വരുന്നത്. രസമാണ്. ആദ്യം അതെങ്ങനെയാ പ്ലേസ് ചെയ്തേ? ഹിന്ദിയൊക്കെ ഗംഭീരമാണ്. അത് ഈ പറഞ്ഞ ഷൂട്ട് കഴിഞ്ഞ് ഞാൻ ആക്ച്വലി ആ സിനിമയിൽ ഉണ്ടെന്ന് പോലും എനിക്കറിയില്ല. കാരണം ബാക്കി പാട്ടുകളിലും ഞാനില്ല. നിതീഷിനെ പക്ഷെ എനിക്കറിയാം. ഈ ക്രിക്കറ്റ് കളി ഗ്രൂപ്പിൽ നിതീഷ് പൊതുവെ എന്റെ ടീമിലൊക്കെ കളിക്കുന്ന ഒരാളാണ്. അപ്പൊ നിതീഷ് ഇതുപോലെ ഒരു പാട്ട് വരുന്നുണ്ട്, പോയി കളയരുത് എന്നൊക്കെ പറയുമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വരുമ്പോ വരട്ടെ എന്നൊക്കെ പറഞ്ഞ് അവസാനം വിളിച്ചു. അപ്പൊ സീൻസ് ഒക്കെ കാണിച്ചു തന്നിട്ട് തന്നെയാണ് ഈ പാട്ടിൽ ഈ സിനിമയിൽ ഏറ്റവും അവസാനം ഉണ്ടാകുന്ന പാട്ടും ഹേ ഭഗവാനാണ്. അപ്പൊ എന്ത് എഴുതാൻ ഇവരുടെ ഈ ട്രെയിൻ യാത്രയാണ്. പക്ഷെ ഭയങ്കര കോമഡിയാണ്. ഇവരാരും പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരല്ല. ജഗദീഷന്റെ ക്യാരക്ടർ, മഞ്ജു ചേച്ചി, ബേസില് അപ്പൂപ്പനാണ് പിന്നെയും കുറച്ച് മനുഷ്യപ്പറ്റുള്ള മനുഷ്യൻ. ബാക്കി എല്ലാവരും കണക്കായിട്ടുള്ള ഇൻപെർഫെക്റ്റ് ഫാമിലിയാണ്. അപ്പം ഇത് കാണുന്ന ഒരാള് ഇവരെന്താണ് ഈ കാണിക്കുന്നത്? കാശിക്ക് വേണ്ടി കാശി കുളവാക്കിയിട്ട്
കുളം തോണ്ടി ഇവര് തിരിച്ചു വരുമോ എന്നൊക്കെയുള്ള ഇപ്പൊ നമ്മള് ഭഗവാൻ സബ് തേരി മായ എന്ന് പറയുന്നത് ആ ഒരു സംഭവത്തിൽ നിന്നാണ് ഞാൻ പറഞ്ഞത് വിഷ്ണുവിനോട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഹേ ഭഗവാൻ തന്നെ തുടങ്ങിക്കളയാം, ഇവരാരാണ്, എങ്ങോട്ടാണ് ഇവരുടെ യാത്ര, എന്താണ് ഈ തമാശ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വെച്ച് തുടങ്ങാന്നുണ്ട്. തമാശക്കൊക്കെ പക്ഷെ ആ ഹിന്ദി തമാശ ഉണ്ടല്ലോ, ക്യാ തമാശ ചൽ രഹാ ഹൈ എന്നൊക്കെ നമ്മൾ ആ സാധനത്തിലേക്ക് തമാശ കേൾക്കുമ്പോ പോകുന്നത്. അതുപോലെയാണ് നീലാകാശം പച്ചക്കടലിലെ താഴ്വാരം, പിന്നെ നോർത്ത് 24 കാലത്തിലെ താരങ്ങളാണെങ്കിലും ഇതൊക്കെ ട്രാവൽ സോങ്സ് ആണ്. ഉയരിൻ നദിയെ മായ നദി ട്രാവൽ സോങ്ങുകൾ ചെയ്യുമ്പോ ഇഷ്ടംപോലെ എനിക്ക് കരിയറിൽ കുറെ വന്നിട്ടുള്ള ജോണറാണ് ഈ ട്രാവൽ സോങ്. അത് ചെയ്യുമ്പോ നമ്മൾ തന്നെയല്ലേ ഇത് എഴുതിക്കൊണ്ടിരിക്കുന്നത്, യാത്രയല്ലേ സാധനം. അപ്പൊ എങ്ങനെയാ അതിനൊന്ന് മുന്നോട്ട്? വളരെ ഡിഫിക്കൽട്ട്, കാരണം നീലാകാശം വളരെയധികം എൻജോയ് ചെയ്തതിൽ അതിലെല്ലാ പാട്ടും ഇപ്പൊ താഴ്വാരവും ട്രാവൽ സോങ് ആണ്. അപ്പൊ അതൊക്കെ എഴുതി കഴിഞ്ഞ് പിന്നെ എനിക്ക് കുറെ വന്നോണ്ടിരുന്ന ട്രാവൽ പാട്ടുകളാണ്. താരങ്ങൾ പക്ഷെ അപ്പൊ തന്നെ ചെയ്തു, അത് കോയിൻസിഡൻസ് ആണ്, അതും ട്രാവൽ ആണെന്നുള്ളത്. പക്ഷെ അതിലൊരു ലവ് സോങ്ങിന്റെ ഒരു ലെയർ ഉള്ളതുകൊണ്ട് ട്രാവൽ പ്ലസ് ലവ് ഉണ്ട്. പിന്നെ അങ്ങോട്ട് കുറെ സിംഗിൾസും അങ്ങനെ കുറെ പറയാൻ തുടങ്ങി, ചേട്ടാ ഒരു ട്രാവൽ സോങ് ഉണ്ട് എടുത്തൊരു നീലാകാശം ഇഷ്ടപ്പെട്ട് വിളിക്കുന്നത്. അപ്പൊ അങ്ങനെ കുറച്ച് എഴുതി. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഈശ്വര ഇത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ, പിന്നെ കുറച്ച് കാലം ചെയ്യാതിരുന്നാൽ കൊള്ളായിരുന്നു. പക്ഷെ അന്ന് പക്ഷെ സെലക്റ്റീവ് ഇന്നും ഇല്ല, അന്ന് തീരെ സെലക്റ്റീവ് ആവാനുള്ള ഒരു സമയം ഇല്ലാത്തോട്ട് കുറെ എഴുതി. പിന്നെ പറഞ്ഞ പാട്ട് ഉയരുന്ന നദിയൊക്കെ അതൊക്കെ കുറച്ച് കാര്യങ്ങൾ ശേഷമാണ്. എനിക്ക് പൊതുവെ ഇഷ്ടമാണ് ഒരുമിച്ച് എല്ലാം കൂടെ ചെയ്യാതിരുന്നാൽ മാത്രം മതി. പിന്നെ മായാനദിയിലൊക്കെ ശരിക്കും ആ സിനിമയുടെ ഒരു തീം ഉണ്ടല്ലോ, നദി, മായ നദി എന്ന് തന്നെയാണ് പേരെന്ന് അറിയായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഒരു ജീവിതത്തെ ഒരു നദിയായിട്ട് കണ്ടുകൊണ്ട് നദിയുടെ ഒരു യാത്രയെ പറ്റി എഴുതിയ, നദി കാണുന്ന കാഴ്ചകൾ, കാണുന്ന തീരങ്ങൾ, നദിയുടെ പല അവസ്ഥകൾ, ഈ പറഞ്ഞ വേനലിൽ നദി വരളുന്നതും പിന്നെ ചില സമയത്ത് നിറഞ്ഞൊഴുകുന്നതും ഒക്കെ ആയിട്ടുള്ള മോഹങ്ങളാം പൂക്കളെ തൊട്ടു തലോടി, അങ്ങനെ ആ നദിയുടെ യാത്ര വെച്ചിട്ട് അത് എഴുതിയത്. അപ്പൊ അങ്ങനെയൊക്കെ ഡിഫറെന്റ് ആകാൻ നോക്കുന്നു. അത് പറയുമ്പോ റെക്സിനെ പറയണം, കാരണം പുള്ളി എങ്ങനെയൊന്നും ഞങ്ങൾക്ക് കിട്ടില്ല. അപ്പൊ പുള്ളി അതുപോലെയാണ് ഞാൻ വിട്ടുപോയത്. അങ്കിത്തിനെയും പറയണം. ഞാൻ മുമ്പൊരിക്കൽ ശ്രമിച്ചിട്ട് ഇതേപോലെ ഇന്റർവ്യൂന്ന് വഴുതി പോയ ഒരാളാണ്. ഇല്ലില്ല, വഴുതി പോയ ഒരാളാണ്. ആ ഗുരുവായൂർ വരെയാണല്ലോ, അപ്പൊ അതാണ് പ്രതീക്ഷ. ഈ രണ്ടാൾക്കാരുടെയും കൂടെ ഉള്ള വർക്കിംഗ്. അത് റെക്സേട്ടനെ പറ്റി പറയാം. റെക്സേട്ടൻ എന്റെ ഫസ്റ്റ് ഫിലിം കുട്ടിയും കോലും ആയിരുന്നു, ഷാനിക്കായിരുന്നു മ്യൂസിക്. അപ്പൊ അത് കഴിഞ്ഞ് കുറെ ആയിട്ട് എനിക്ക് വേറെ ഒരു സിനിമയും കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പൊ എനിക്ക് ഭയങ്കര ആഗ്രഹം എഴുതണം എന്നുള്ളത്. അപ്പൊ അങ്ങനെയാണ് ഈ നീലാകാശത്തിൽ അങ്ങോട്ട് ഞാൻ ആദ്യത്തെ 4-5 പടം അങ്ങോട്ട് ചാൻസ് ചോദിച്ചു തന്നെ കിട്ടുന്നത്. അപ്പം സമീറൊക്കെ വന്ന് കാണാൻ പറഞ്ഞു. ഞാനും ചെന്നൈയിലുണ്ടായിരുന്നു, സമീറൊക്കെയും ചെന്നൈയിലായിരുന്നു. അതൊരു ഭാഗ്യം പോലെ അന്ന് ഈ പടങ്ങളുടെയൊക്കെ പോസ്റ്റ് പ്രൊഡക്ഷൻ ചെന്നൈയിൽ നടക്കുന്ന കാലമാണ്, നീലാകാശം നോർത്ത് 24 കാലം. അപ്പൊ അങ്ങനെ വന്നിട്ട് പറഞ്ഞു റെക്സ് നാളെ വരും, ഒന്ന് പരിചയപ്പെടാൻ പറഞ്ഞു. അപ്പൊ ഞാനൊന്ന് ലയോള കോളേജിൽ പഠിക്കുകയാണ്. അപ്പൊ എന്റെ കൂടെയുള്ളവരൊക്കെ ഭയങ്കര റെക്സ് വിജയൻ ഫാൻസും, ഇവര് ഈ പെർഫോം ചെയ്യുന്നൊക്കെ അവിയലിന്റെ പാട്ടൊക്കെ. ഞാൻ പക്ഷേ ഇത് കേൾക്കുന്ന ആളല്ല, എനിക്ക് അവിയൽ ബാൻഡ് ഉണ്ടെന്ന് അറിയാം, പക്ഷെ എൻ്റെ ഒരു ടേസ്റ്റ് ഓഫ് മ്യൂസിക്കിൽ അത് ഞാൻ ഇങ്ങനെ കേട്ടിട്ടില്ല. ഇൻഡിപെൻഡന്റ് മ്യൂസിക് ഒന്ന് കേട്ട് വരുന്നേ ഉള്ളൂ. അപ്പോൾ ഈശ്വര ഈ റെക്സേറിനെ കാണുമ്പോൾ ഞാൻ എന്ത് പറയും, വലിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ റെക്സേറിനെ ആദ്യമായിട്ട് കാണുന്നു, പ്രതീക്ഷയിലുള്ള റെക്സ് വിജയ്. എനിക്ക് കാണാൻ എങ്ങനെയാണെന്ന് സത്യം പറഞ്ഞാൽ അന്ന് രാവിലെയൊക്കെയാണ് ഞാൻ നോക്കിയിട്ട് പോകുന്നത്. ഭയങ്കര കൂൾ മനുഷ്യൻ, ഇത്രയും ചിൽഡ് ഔട്ട് ആയിട്ടൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നല്ലോ, നമ്മുടെ സെക്കൻഡ് ഫിലിമാണ്, അതൊരു മേജർ ഫിലിം. അപ്പോൾ വിറച്ചാണ് ശരിക്കും ഞാൻ പോയത്. അപ്പോൾ ആ വിറയൊക്കെ മാറ്റി തന്ന റെക്സേട്ടനാണ്. ആദ്യമേ ഞാനിത് പറഞ്ഞു, റെക്സേട്ട എൻ്റെ കൂടെ ഉള്ളവരെല്ലാം റെക്സേട്ടൻ്റെ ഫാൻസാണ്, പക്ഷെ ഞാൻ അധികം അങ്ങനത്തെ അവിയൽ പാട്ടൊന്നും അധികം കേട്ടിട്ടില്ലെന്ന് പറഞ്ഞാൽ വളരെ കൂളായിട്ടാണ് ആ മനുഷ്യനത് എടുത്തത്. അപ്പൊ അങ്ങനെ അന്ന് റെക്സേട്ടൻ്റെ മുറിയിൽ പോയി അന്ന് ഞാൻ തറയിൽ ഇരുന്നിട്ടാണ്. അപ്പൊ റെക്സേട്ടൻ പറഞ്ഞു, എടാ കയറിയിരിക്കട, കട്ടിൽ കയറിയിരിക്കണം, കസേര കയറിയിരിക്കണം, ബഹുമാനവും ടെൻഷനും. കാരണം അപ്പുറത്തെ മുറിയിലുള്ള ഇവരൊക്കെ അവിടെ ഉണ്ട്, എഡിറ്ററും എഡിറ്റിങ്ങും ഒക്കെ നടക്കുന്നുണ്ട് അവിടെ ഈ പടത്തിന്റെ. ഇല്ല ഞാൻ ആ തറ ഇരുന്നിട്ട് അന്ന് ദൂരെ ദൂരെ എന്നുള്ള പാട്ടാണ്, വിഷ്വലുണ്ട്, നീലാകാശത്തിലെ വിഷ്വലൊക്കെ ഇട്ട് പ്ലേ ചെയ്ത് കേൾപ്പിച്ചു. സമീറൊക്കെ വന്നിട്ട് സിറ്റുവേഷൻ പറഞ്ഞിട്ട് സമീർക്ക് അവിടെ പുറത്തു പോയി. അപ്പൊ ഞാൻ റെക്സേട്ടൻ്റെ റൂമിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഒരു ബുക്കിൽ എഴുതാണ്. അതെനിക്ക് ഭയങ്കര എൻജോയ് ചെയ്ത് ഞാനിത് കണ്ടു എഴുതി ദൂരെ ദൂരെ എന്നുള്ള പാട്ട്. അത് എഴുതി കഴിഞ്ഞിട്ട് ഞാൻ കോളേജിൽ പൊക്കോട്ടെ എന്ന് ചോദിച്ചു. എനിക്ക് 1:30 കോളേജ് ഉച്ചയ്ക്ക് പൊക്കോളാൻ പറഞ്ഞ് കോളേജിൽ ഇരുന്നൊരു 4:30 കോള് വന്ന് സമീറൊക്കെ തിരിച്ചു വന്ന് കേട്ട് ഇഷ്ടപ്പെട്ടു വന്നോന്ന് പറഞ്ഞു. അങ്ങനെ ബാക്കി ക്ലാസ് ഇരുന്നില്ല, ഞാൻ തിരിച്ചങ്ങോട്ട് പോയി 2 പാട്ടോട് എഴുതാൻ പറഞ്ഞു. അങ്ങനെയാണ് റെക്സേട്ടനായിട്ടുള്ള ഒരു പരിപാടി തുടങ്ങുന്നത്. അപ്പൊ ഇത്രയും ചിൽഡ് ഔട്ട് ആയിട്ടൊരു മനുഷ്യന്റെ കൂടെ കരിയർ തുടങ്ങാൻ പറ്റിയത് തന്നെ വളരെയധികം. കാരണം അത് കഴിഞ്ഞിട്ട് അടുത്ത വൈകാതെ തന്നെ സപ്തമശ്രീ തസ്കരയിലും ലോർഡ് ലിവിങ്സ്റ്റണിലും ഒക്കെ വർക്ക് ചെയ്തു. പിന്നെ ഓഫ് കോഴ്സ് പറവ, മായാനദി പിന്നെ ചെയ്തിട്ടില്ല. പറവ, മായാനദി ഈ 5 സിനിമകളിലായിരുന്നു കണ്ടിന്യൂസ്ലി. അപ്പൊ ഞാൻ നിലയുറപ്പിക്കുന്ന സമയമാണ്, എന്റെ പ്രായവും ചെറുതാണ്. അപ്പൊ എന്റെ കുറെ പൊട്ടത്തരങ്ങളൊക്കെ ചിലപ്പോ കേട്ടൊക്കെ സഹിച്ചൊക്കെ കാണും. അപ്പൊ അതിനൊക്കെ വളരെ താങ്ക്ഫുൾ ആണ്. പക്ഷെ ആ പാട്ടുകൾ ഇപ്പോഴും
അതെ പറവ മായനദിക്ക് വന്നപ്പോൾ ഞാൻ പിന്നെയും കുറച്ചുകൂടെ അതെ. മെച്ചൂടെ. പക്ഷെ ഈ ആദ്യത്തെ 2-3 പടം ചെയ്യുന്ന സമയത്തൊക്കെയുള്ള എന്നെ സഹിച്ചതിനും അങ്കിത് അങ്കിത് അഭിനവ് റക്സറിന്റെ ഒരു കാര്യം പറയാനുണ്ട്. ഇപ്പൊ ഞങ്ങൾ വീണ്ടും വർക്ക് ചെയ്യുന്നുണ്ട്. ആഷിഖ് കപൂർ ഡയറക്ട് ചെയ്യുന്ന റൈഫിൾ ക്ലബില് വീണ്ടും റക്സറിനായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. റക്സറിന് തിരിച്ചു വരണം. ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് റക്സറിന് എന്താ വരാത്ത. അപ്പൊ എനിക്ക് തന്നെ ഇത്ര മെസ്സേജ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് റക്സറിന് കുറെ മെസ്സേജ് ഒക്കെ ഞങ്ങൾ തന്നെ പലപ്പോഴായി പല ഗ്രൂപ്പിന്റെ കൂടെ ഇങ്ങനെ ഷൂട്ടിന് പോകുമ്പോഴും സംസാരിക്കുന്ന റെക്സ് വിജയൻ റക്സറിന് വരുന്നുണ്ട്. കമ്മിങ് ബാക്ക് വെയിറ്റിംഗ്. അങ്കിത് അങ്കിത് ബേസിക്കലി ഗൗതമന്റെ രഥത്തിലാണ് ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത്. ആദ്യമായിട്ട് കാണുമ്പോൾ അങ്കിത് മലയാളം തീരെ പറയാൻ പറ്റാത്ത ഭോപ്പാൽ എന്നൊക്കെ വരുന്ന ഒരു മലയാളി, ഭോപ്പാൽ മലയാളി. അപ്പൊ അങ്കിത്തിന് മലയാളം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ചിരി വരും ബേസിക്കലി. അപ്പൊ അന്ന് വന്നിട്ട് അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞ് പാട്ട് പ്ലേ ചെയ്ത് കേൾപ്പിച്ചപ്പോ ഭയങ്കരമായിട്ട് ഉയരൊക്കെ അവരെന്ന് പറഞ്ഞ ശ്രീറാം പാടിയ പാട്ട്, അതാണ് അങ്കിത് ആദ്യമായിട്ട്. അങ്കിത് ഗിറ്റാറൊക്കെ വായിച്ച് പാടുമായിരുന്നു. എന്റെ ദൈവമേ ഭയങ്കര വൈബായി പോയി. അത് ഞാൻ കേട്ടിട്ട് ഭയങ്കര രസമുള്ള പാട്ടാണ്. കേൾക്കുമ്പോൾ നമുക്കൊരു സ്മൈൽ വരും. അപ്പൊ അങ്ങനെ അവിടെ ഇരുന്ന് ആ ഫസ്റ്റ് ആദ്യം തന്നെ എഴുതുന്ന ആ ഹിറ്റ് പാട്ടാണ്. പടം ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിലും ഗൗതമന്റെ രഥത്തിലെ പാട്ടുകൾ ആ പടത്തിന് ഒരു കുറെ ഫാൻസ് ഉണ്ട് കേട്ടോ. ഈ പാട്ടും ആക്ച്വലി സൂപ്പർ ഹിറ്റ് പാട്ടാണ്. പക്ഷെ ഇത് കേരളത്തിലാണോ ഹിറ്റായ തെലുങ്കിലാണോ ഒന്നും അറിയാത്ത രീതിയിൽ കുറെ മില്യൺ വ്യൂസ് ഉണ്ട്. കമന്റ് ബോക്സ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ റാൻഡം ആൾക്കാരാണ്. ഇതും ഇപ്പൊ മലയാളം പാട്ടാന്ന് പോലും മനസ്സിലാത്ത ആൾക്കാരുണ്ട്. സിദ്ധ് പാടിയതും കൂടെ കൊണ്ട് അവര് വിചാരിച്ചു മലയാളികൾ വിചാരിച്ചിരിക്കുന്നത് തമിഴ് പാട്ടാണ്, തമിഴന്മാര് വിചാരിച്ചത് തെലുങ്ക് പാട്ടാണ്. അങ്ങനെയൊക്കെ ഒരു പാട്ടാണ്, പക്ഷെ ഭയങ്കര ഹിറ്റാണ്. അപ്പൊ ഇത് കഴിഞ്ഞപ്പോ അങ്കിത്തോട്ടൊരു വേവ് ലെങ്ത് ഭയങ്കരമായിട്ട് സെറ്റായി. ഫൺ എഴുതാൻ പറ്റും. അപ്പൊ അത് കഴിഞ്ഞ് ഗൗതമന്റെ രഥത്തിൽ നെക്സ്റ്റ് ഇമ്മീഡിയറ്റ് സോങ് എന്ന് പറഞ്ഞാൽ ഈവൻ നീരജിന്റെ ക്യാരക്ടർ മൊത്തത്തിൽ ഡൗൺ ആയിട്ട് വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു കയറി. ഈ ജാടയുടെ ഒക്കെ പോലെ സമൂഹമൊക്കെ പുച്ഛിക്കുന്നു, കൂടെയുള്ളവര് പുച്ഛിക്കുന്നു, എല്ലാം പോയി. അപ്പൊ തിരിച്ചു കയറി വരുന്ന ഒരു സംഭവമാണ്. അപ്പൊ അവിടെ ഒരു മോട്ടിവേഷൻ സോങ് വേണം. അപ്പൊ ഞാൻ മോട്ടിവേഷൻ സോങ് ശീലമാണ്, കാരണം പടങ്ങളിൽ ഇതുപോലെ സിറ്റുവേഷൻ സ്ഥിരം ഉണ്ടാവാറുണ്ട്. ഓക്കെ, ഒരു മോട്ടിവേഷൻ സോങ് കൂടി ഇരുന്നോട്ടെ എന്നൊക്കെ പറഞ്ഞിരുന്നപ്പോൾ അങ്കിത്ത് പറയുന്നത് നമുക്ക് നേരെ ഓപ്പോസിറ്റ് പിടിക്കാം, നമുക്ക് ഇവനെ ഡീമോറലൈസ് ചെയ്യുന്ന ഒരു പാട്ട് എഴുതാന്ന്. അപ്പൊ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നതാണ്. എന്നിട്ട് അങ്ങനെ എഴുതിയത്. അതിന്റെ ലിറിക്സ് എന്ന് പറഞ്ഞാൽ നീ നന്നാവൂല എന്ന് പറയുന്ന ഇവൻ കയറി വരുന്നതാണ് വിഷ്വല്. അപ്പൊ അവിടെ ഒരു മോട്ടിവേഷൻ സോങ് ഇടുന്നതാണ് നമ്മുടെ ഒരു ഫസ്റ്റ് ലെവൽ തോട്ട്. അങ്കിത്ത് പറഞ്ഞു നമുക്ക് ഇവനെ തിരിച്ച് ഡീമോറലൈസ് ചെയ്യും, നീ കയറി വരണ്ട, നിന്നെ കൊണ്ട് ഒക്കൂല, തുമ്പിയെ കൊണ്ട് കല്ലെടുക്കുന്ന പോലെയാണ്, നിന്നെ കൊണ്ട് ഇത് പറ്റൂല എന്ന് പറയുന്ന ഇവനെ ഇങ്ങനെ തളർത്തുന്ന വാക്കുകളാണ് ആ പാട്ടിൽ മുഴുവൻ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിക്കുന്ന ആളാണ്. അതിനുശേഷം ഞങ്ങളിപ്പോ 2-3 പടം ജയ ജയ ഹേ ഉൾപ്പെടെ വർക്ക് ചെയ്തു. ഇപ്പൊ അങ്കിത്ത് മലയാളമൊക്കെ പറഞ്ഞു തുടങ്ങി. സത്യനാഥൻ അവസാനം ചെയ്ത പടം ഇത് വോയിസ് ഓഫ് സത്യനാഥനാണ്. അതിൽ വളരെ മറ്റേ മലയാളത്തുള്ള മെലഡിയൊക്കെ നല്ല മലയാളം പറയുന്നുണ്ട്. ഇപ്പൊ ഞങ്ങള് ഗുരുവായൂർ അമ്പലനടയിൽ ഒരു പാട്ട് ഉണ്ടല്ലേ വർക്ക് ചെയ്യുന്നുണ്ട്.